ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഷോർട്ട്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത അതേ അളവിൽ തന്നെ, അതായത് 6 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായി ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്. പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് തിളച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരുന്നത് കാണാം. അപ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ സമയം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 150 ഗ്രാം ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബിസ്ക്കറ്റ് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിൽ നിന്നും കുറച്ച് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇത് അവസാനം നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ചോക്ലേറ്റ് സിറപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ബിസ്ക്കറ്റ് നല്ലതുപോലെ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും അല്പാൽപമായി എടുത്തിട്ട് ഷോർട്ട്സിൻ്റെ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റാം. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താലും മതിയാകും. ഇപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം വെളിയിൽ വെച്ചാൽ തന്നെ ഇത് നല്ല സെറ്റായി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരല്പം കൊക്കോ പൗഡർ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.